ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡി BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഗ്രിപ്പ് ഓവർ മാറ്റിയിടുക. പിന്നെ മെയിൻ കംപ്ലൈൻറ്റ് ആയിട്ട് പറഞ്ഞത് മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് മിസ്സിങ് പ്രോബ്ലം ആയിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് നമുക്കത് മനസ്സിലാവുക. അപ്പോൾ അതും കൂടി നമ്മൾ അയച്ച് കൂട്ടത്തിക്കടെ പമ്പിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് ഫിൽറ്ററൊക്കെ മാറ്റുന്നുണ്ട്. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, അതിന് പുറമെ വന്ന വർക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. നിലവിൽ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്, പുതിയ ലൈൻഡറാണ്. നമുക്ക് ബ്രേക്ക് ക്യാമ്പ് അയച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്, അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേക്ക് ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്കിലത്തെ ടയറായാലും ഏകദേശം ടയർ തീർന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുറച്ചുകൂടി ഓടി കഴിഞ്ഞാൽ മാറ്റിക്കളയാം. ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് കേട്ടോ. അത് മാഞ്ഞ് വരുമ്പോഴത്തേക്ക് മാറ്റാം. കൂടി എന്നൊരു 10-2000 കിലോമീറ്റർ കൂടിയൊക്കെ കഷ്ടി ഓടിക്കാൻ കിട്ടുള്ളൂ. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റിയിടാം. അത് പുറത്തേക്ക് കാണാവുന്ന രീതിയിലേക്ക് ആയി തുടങ്ങിയിട്ടില്ല, ആരംഭമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ നമുക്കത് മാറ്റിയിടാം. പിന്നെ ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റാക്കി എടുക്കുക. കിക്കർ വീൽ ഗ്രീസ് ചെയ്യാം. പിന്നെ ക്ലച്ച് പുള്ളിയുടെ ഭാഗമാണ്, അത് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ബെൽറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണേ, കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിൻ്റെ കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാം. പുതിയ ബാറ്ററി 2025 ബാറ്ററിയാണ്. അതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ടാണ് കാണിക്കണം കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് ഉണ്ട് ഈ സൈഡിൽ കേട്ടോ. അപ്പോൾ അത് ഈ പൈപ്പിൻ്റെ സൈഡിൽ നിന്നായിട്ടാണ്. അത് നോക്കിയിട്ട് എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്ത് വിടാം. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ടേക്കാം. പിന്നെ ഫ്യൂൽ പമ്പ് ഇവിടെയാണ് അതിൻ്റെ പമ്പായിട്ട് വരാം. പമ്പ് നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ഫിൽറ്ററാണ് ചെറിയൊരു കാര്യമായിട്ട് ബ്ലോക്ക് എന്ന് പറയാനില്ല, അഴുക്കുണ്ട് അത്യാവശ്യം. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് പമ്പ് ഫിൽറ്റർ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിടാൻ പറ്റില്ല, മാറ്റി പുതിയതാണ്. അപ്പോൾ നമ്മൾ പമ്പിൻ്റെ ഭാഗത്ത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് നമുക്ക് അതിൻ്റെ ഫിൽറ്ററും മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ വണ്ടി സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിളിൻ്റെയാണ്. അപ്പോൾ കേബിൾ ഇവിടെ ശരിക്കും പിരിഞ്ഞൊടിഞ്ഞ് പോയേക്കാണ്. അത് സ്വാഭാവികമായിട്ടും ഈ കേബിളിനകത്ത് ഔട്ടറിനകത്ത് ഇന്നർ ടൈറ്റ് ആവുന്ന സമയത്ത് വന്ന കംപ്ലൈൻ്റ് ആണ്. പിന്നെ മീറ്റർ ടൈറ്റ് ആയാലും ഇതേപോലെ തന്നെയാണ് കാണിക്കുക. അപ്പോൾ ഇതിപ്പോൾ കേബിളിൻ്റെ പ്രശ്നമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് നമുക്ക് അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ആ കേബിൾ മാറ്റിയിടണം. വീലിൻ്റെ ഉള്ളിലുള്ള ക്രൗൺ വീൽ സെറ്റ് ഉണ്ട്, അതുകൂടി നമുക്ക് മാറ്റി റീസെറ്റ് ആക്കാം. വീൽ ബെയറിങ് അതേപോലെ ടയർ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗിൻ്റെ ഭാഗത്തായാലും വേറെ പ്രോബ്ലം കാണുന്നില്ല കേട്ടോ. അല്ല, പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂടുതൽ പ്ലഗ് മാറ്റിയിടണം. ആ പോയിന്റ് ഒരു ഇതായിട്ടുണ്ട്. കാര്യമായിട്ട് കരിയില്ല, പക്ഷേ അതുകൂടി കൂട്ടത്തിൽ ചേഞ്ച് ചെയ്താട്ടോ. പിന്നെ മിസ്സിങ്ങും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിൽ ഇട്ടേക്കാം. അത് കംപ്ലീറ്റ് ആക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം.